പേര് സ്വപ്ന, കോഴിക്കോട് നിന്ന് വരുന്നു. ഞങ്ങൾ 2019 ഏപ്രിൽ 4-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി വെക്കുമ്പോൾ ഒരുപാട് സങ്കടങ്ങളോട് കൂടിയായിരുന്നു ഇവിടെ വന്നത്. ഒരു വരുമാനമില്ല, കയ്യിൽ 5 പൈസ ഇല്ലാതെ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി വെച്ചിട്ട് അമ്മ മാതാവ് ഞങ്ങൾക്ക് കോഴിക്കോട് ഹൃദയഭാഗത്ത് ചെടി, ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഞങ്ങൾ ചോദിച്ചതൊരു ചെടികളുടെ നഴ്സറി, അച്ഛൻ്റെ ഫീൽഡ് അതാണ്. അപ്പോൾ ചോദിച്ചപ്പോൾ അമ്മ മാതാവ് മീഡിയ വണ്ണിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ലൊരു ചെടികളുടെ നഴ്സറി തന്ന്. അപ്പോഴും ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, 5 പൈസ ഇല്ല. ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ചായിരുന്നു അച്ഛന് വീതം കിട്ടണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് മാതാവ് അങ്ങനെ പെട്ടെന്ന് തന്നെ അത്ഭുതകരമായിട്ട് ജോൺഷാന് വീതം കിട്ടി. അത് ഒരു 5 ലക്ഷം രൂപയാണ്. നഴ്സറി നടത്തണമെങ്കിൽ പിന്നെയും വേണം 10-40 ലക്ഷം രൂപ. അപ്പം ഞങ്ങൾ ജോൺഷാൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചു പൈസ തരുമോയെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ ആദ്യം തരാമെന്ന് പറഞ്ഞു. പിന്നെ സമയമായപ്പോൾ പറയൂ തരാൻ പറ്റില്ല, ഞാൻ എന്ത് വിശ്വാസത്തിലാണ് തരുന്നതെന്ന്. ഞങ്ങൾ പിന്നെയും കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ ഉപവാസം എടുത്തു. രാത്രി 2 മണിക്ക് എഴുന്നേറ്റിരുന്ന് ഞാൻ കൊന്ത ചൊല്ലി, പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥനയെല്ലാം ചൊല്ലി ഞാൻ അങ്ങനെ 9 ദിവസം ഞാൻ മാതാവിനെ മുറുകെ പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. 9-ാമത്തെ ദിവസം ആ സാറ് വിളിച്ച് പറഞ്ഞു, ജോൺസാ നീ ധൈര്യമായിട്ട് തുടങ്ങിക്കോ, നിനക്ക് എത്ര ക്യാഷാണ് വേണ്ടത് അതെല്ലാം തരാം. അറിയില്ല എവിടുന്നും മാതാവിൻ്റെ വലിയൊരു അത്ഭുതം. ഇന്ന് ഞങ്ങളവിടെ 10-40 ലക്ഷം രൂപയുടെ വലിയൊരു നഴ്സറി ഞങ്ങളിവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നഴ്സറി തുടങ്ങിക്കഴിഞ്ഞ ഒരു 10 ദിവസം കഴിഞ്ഞപ്പം ഞാൻ പ്രാർത്ഥിക്കും, മാതാവ് ഈ പൈസ എങ്ങനെയാണ് സാറിന് തിരിച്ചു കൊടുക്കുക എന്ന് ചോദിച്ചു. അപ്പം സാറ് പറഞ്ഞു എനിക്ക് ഷെയർ തന്നാൽ മതി, പൈസ കൊടുക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം 50-50 ഷെയറിൽ ഞങ്ങൾ ആ നഴ്സറി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അമ്മ മാതാവിൻ്റെ തൈലം തേച്ചിട്ട് എനിക്ക് 5-8 വർഷമായി. ഞാൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫീൽഡിലാണ്. വെയിൽ കൊണ്ട സ്കിന്നൊക്കെ ഇങ്ങനെ ഒരു സൈസ് പുണ്ണ് പോലെ, അലർജി പോലെ, കൈ മുഴുവനും ഇങ്ങോട്ട് ബ്ലാക്ക് ആവുമായിരുന്നു. മാതാവിൻ്റെ തൈലവും ഉപ്പും തേച്ച് അത് എനിക്ക് മാറി കിട്ടി. പിന്നെ പെട്ടെന്ന് പിന്നെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് 2 വർഷം പിന്നെ ഞാൻ മരുന്നേ ഉപയോഗിച്ചിട്ടില്ല. അതുവരെ മരുന്നിൻ്റെ ഒരു വലിയൊരു ശരീരമായിരുന്നു എൻ്റെത്. ടോൺസിലൈറ്റിസ് 3 മാസം കൂടുമ്പോൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുക, ഇങ്ങനൊരു രോഗത്തിന് അഡിക്റ്റായിരുന്നു. അതെല്ലാം എനിക്ക് മാതാവ് അത് കഴിഞ്ഞ പിന്നെ അങ്ങനത്തെ രോഗങ്ങളോ മരുന്നോ ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ജോൺഷാൻ ചെടിയെടുക്കാൻ പോയി ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ കൊറോണയായിട്ട് വന്നിട്ട് ഞാൻ ഒരു ദിവസം രാത്രിയും പകലും ജോൺഷാൻ്റെ കൂടെ കിടന്നിട്ടും എനിക്ക് കൊറോണ മാതാവ് വരുത്തിയില്ല. ഞാൻ മാതാവിൻ്റെ പ്രാർത്ഥനയും ഉപവാസവും എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഇതുവരെ തെറ്റിക്കാതെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇനി ജോൺഷാൻ്റെ കൊടുക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ മർത്തമ സഭാ വിശ്വാസികളാണ്. അപ്പം ഈ മാതാവിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് വലിയ ഐഡിയയും കാര്യമൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ 2 പേര് കൂടി ഷെയറായിട്ട് കോഴിക്കോട് ജില്ലയിൽ കുറ്റിക്കാട്ടൂർ എന്ന സ്ഥലത്ത് ഞങ്ങളൊരു നഴ്സറി തുടങ്ങി. 3 വർഷം അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഷെയർ കൂടിയ ആൾക്ക് നഴ്സറിയെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. 3 വർഷം കഴിഞ്ഞപ്പോൾ നഴ്സറിക്ക് നല്ല വരുമാനവും കാര്യങ്ങളുമായി ലക്ഷങ്ങൾ ബാലൻസ് വന്നു കഴിഞ്ഞപ്പോൾ അവരുടേതായ രീതിയിൽ ആ നഴ്സറി കൊണ്ടുപോവുകയും നമ്മളോട് ആലോചിക്കാതെ സ്റ്റാഫുകളൊക്കെ വെച്ച് ഇതൊരു മിസ് മാനേജ്മെൻറ്റായിട്ട് പോവുകയും ചെയ്തു. അങ്ങനെ ഇരുന്ന സമയത്ത് എനിക്കൊരു 3-3.5 ലക്ഷം രൂപ ക്യാഷും തരാനുണ്ട്. അങ്ങനെയായ സമയത്ത് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ മാനസികമായിട്ട് ഞങ്ങൾക്ക് വളരെ പ്രയാസമുണ്ടായി. ഞങ്ങൾ അവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി വെച്ചു. ഞങ്ങളുടെ കൂട്ടുകാർ അറിഞ്ഞു ഇങ്ങനെ ഉടമ്പടി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഏത് കാര്യം സാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി വെച്ചു. ഉടമ്പടി വെച്ച് കഴിഞ്ഞ സമയത്ത് ഒരു 10-25 വർഷമായിട്ട് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് വീതമൊന്നും തരത്തില്ലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഇവിടെ വന്ന് ഉടമ്പടിയിൽ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾക്കൊരു കോഴിക്കോട് ഒരു നഴ്സറി തുടങ്ങണം, എൻ്റെ വീതം കിട്ടണം, എൻ്റെ മോള് OET പാസ്സായിട്ട് ഓസ്ട്രേലിയയിൽ പോകണം, പിന്നെ മക്കളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എല്ലാം ഞങ്ങൾ 6 കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. മോൾ ഓസ്ട്രേലിയയിൽ പോയി മറ്റേ ആ ഷെയറുമായിട്ട് പിരിഞ്ഞ് ഞാൻ വേറെ നഴ്സറി എടുക്കാനായിട്ട് ഞാൻ ഒരു പരിചയമുള്ള ആളോട് എൻ്റെ ആകെ 5 ലക്ഷം രൂപ ഉണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് വീതം 5 ലക്ഷം രൂപ തന്നായിരുന്നു. അതുകൊണ്ട് ഞാനൊരു 2.5 ലക്ഷം രൂപ ഞാനൊരു സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് ഞാൻ ലോണും എടുത്തു. അങ്ങനെ 7.5 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഒരു 40 ലക്ഷം രൂപ വേണം മൊത്തം നമുക്ക് നഴ്സറി തുടങ്ങണേൽ. അപ്പോൾ എൻ്റെ ഒരു പരിചയക്കാരനോട് ഞാൻ ചോദിച്ചു എനിക്ക് കുറച്ച് ക്യാഷ് തരുമോ, നഴ്സറി തുടങ്ങാനാ ഒരു 2.5 ലക്ഷം രൂപ തന്നാമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു എൻ്റെ ക്യാഷില്ല, ഉള്ള ഭൂമിയൊക്കെ ഞാൻ ക്യാഷ് കൊണ്ട് ഞാൻ ഭൂമി വാങ്ങി, അതുകൊണ്ട് എൻ്റെ ക്യാഷില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും കിടന്ന് രാത്രിയിലൊക്കെ എണീച്ച് സ്വപ്ന ശരിക്കും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ കിടന്നു കഴിഞ്ഞ സമയത്ത് ഒരാഴ്ച കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു, ജോൺസൺ നീ നഴ്സറി തുടങ്ങിക്കോ, നിനക്ക് എത്ര ലക്ഷം രൂപ വേണം ഞാൻ തരാം, ഒരു കാര്യം ചെയ്താൽ മതി, നീ അതിൻ്റെ ഒരു പാർട്ണർഷിപ്പ് എനിക്ക് തന്നാൽ മതി, നീ മുടക്കിയ 10 കഴിച്ച് ബാക്കി 30 ലക്ഷം രൂപ മുടക്കിയോളാം, ഈക്വൽ പാർട്ണർഷിപ്പ് തന്നാൽ മതി എന്ന് പറഞ്ഞു.
അങ്ങനെ വളരെയധികം അത്ഭുതകരമായ രീതിയിൽ ഞങ്ങൾക്ക് ആ കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്ത് ഞങ്ങൾക്ക് ഒരു നേഴ്സറി തുടങ്ങാൻ പറ്റി. ഞങ്ങൾ ആ നേഴ്സറിക്ക് പേരിട്ടേക്കുന്നത് കൃപ ആഗ്രോ ഗാർഡൻ എന്നാണ് പേരിട്ടേക്കുന്നത്. കൃപ ആഗ്രോ ഗാർഡൻ. കാരണം കൃപാസനം വഴിയാണ് ഞങ്ങൾക്ക് നേഴ്സറി കിട്ടിയത്. അങ്ങനെ അതുകൊണ്ട് തന്നെ എൻ്റെ വൈഫിനാണെങ്കിൽ പിന്നെ ഗർഭാത്രത്തിൽ നിന്ന് ചെറിയ മുഴ ഉണ്ടായിരുന്നു. അത് ബയോപ്സിക്കൊക്കെ അയക്കണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ദൈവാനുഗ്രഹത്താൽ ഒരു കുഴപ്പമില്ല. പല പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എല്ലാ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഒത്തിരി അനുഗ്രഹങ്ങളും കാര്യങ്ങളുമാണ് വെച്ചേക്കുന്നത്. എല്ലാം ഞങ്ങൾ ഉടമ്പടി വെച്ചൊരു 90 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടിയെന്നാണ് ഉള്ളതാണ് സത്യം. 1000 നന്ദി ഞങ്ങൾ കരയേറ്റുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ.